ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ PS പ്രശാന്തും അജികുമാറും കൂടി പ്രതികളായതോടെ ഇടത് ഭരണകാലത്തെ രണ്ട് പ്രധാന ഭരണസമിതികൾ സംശയനിഴലിലായിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളും നേതാക്കളും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസിനെ പഴിചാരാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടാമത്തെ ഭരണസമിതി കൂടി കേസിലകപ്പെട്ടത് LDFന് വലിയ തിരിച്ചടിയാണ്. 2017-18 കാലത്തേതിന് സമാനമായ കൊള്ളയ്ക്ക് 2025-ലും കളമൊരുക്കി എന്ന കണ്ടെത്തലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അക്കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും അംഗം അജികുമാറിനെയും SIT പ്രതികളാക്കിയിരിക്കുന്നത്. തങ്ങളുടെ ഭരണകാലത്ത് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ നടന്ന നടപടിയിൽ ക്രമവിരുദ്ധമായി ഒന്നുമില്ലെന്നാണ് PS പ്രശാന്തും അജികുമാറും അവകാശപ്പെട്ടിരുന്നത്. ഈ അവകാശവാദങ്ങൾ തള്ളിക്കൊണ്ടാണ് PS പ്രശാന്തിനെയും അജികുമാറിനെയും ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടതു ഭരണകാലത്തെ രണ്ട് പ്രധാന ഭരണസമിതികൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഫലം. കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്ന PS പ്രശാന്ത് പാർട്ടിയുടെ നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. CPI-യുടെ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവിലെ മുൻ അംഗമായിരുന്ന അജികുമാർ ഇപ്പോൾ നടപടിക്ക് വിധേയനായി കായംകുളം മണ്ഡലം കമ്മിറ്റി അംഗമാണ്. മുന്നണിയിലെ രണ്ട് പ്രധാന പാർട്ടികളുടെയും നേതാക്കൾ സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായത് LDFന് കനത്ത തിരിച്ചടിയാണ്. ആദ്യ കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാർ പ്രതിയായപ്പോൾ അദ്ദേഹത്തിനെതിരെ സംഘടനാ നടപടി സ്വീകരിക്കണമെന്ന് മുറവിളി ഉയർന്നിരുന്നു. സമാനമായ ആവശ്യം PS പ്രശാന്തിൻ്റെയും അജികുമാറിൻ്റെയും കാര്യത്തിലും ഉയരും. തിരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച ആരോപണങ്ങൾ കോൺഗ്രസിന് നേരെ വഴിതിരിച്ചുവിടാനായിരുന്നു LDFന് ശ്രമം. എന്നാൽ അതെല്ലാം പാഴായിപ്പോയെന്നാണ് പുതിയ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. PS പ്രശാന്തിന്റെ കാലത്തെ ഇടപാടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി K മുരളീധരൻ കത്ത് നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെ പ്രശാന്ത് പ്രതിയായത് UDFന് പ്രചരണായുധമാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.